വിദേശ വാർത്തകളുടെ സമയമാണ് ഇനി പി ജെയിംസിലേക്ക് പോലെ. അതെ, പി ജെയിംസ്, നമ്മളിവിടെ നിൽക്കുന്ന കലോത്സവ നഗരിയിൽ നിന്നാണ് ചോദിക്കുന്നത്. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് വോളിയത്തിലാണ് ഇവിടെ ഒന്നാം വേദിയിൽ കുച്ചിപ്പുടിയുടെ പാട്ട് കേൾക്കുന്നത്. നമുക്ക് പി ജെയിംസിലേക്ക് പോകാം. പി ജെയിംസ്, മാലദ്വീപിന് സമീപം 2 ഇസ്രായേലി ചരക്കു കപ്പലിന് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇതുൾപ്പെടെയുള്ള മറ്റു വാർത്തകൾ എന്തൊക്കെയാ വിശദാംശങ്ങൾ? ഇതേക്കുറിച്ച് പ്രവിധ സംസാരിക്കുമ്പോൾ അവിടെ കലയുടെ മാമാങ്കം അരങ്ങേറുകയാണ്. പക്ഷേ യുദ്ധത്തെക്കുറിച്ച് അതിനിടയിൽ സംസാരിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ലോക വാർത്തകൾ പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അത്യാവശ്യം ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2000 കിലോമീറ്റർ ചെങ്കടലിൻ്റെ ഭാഗത്തു നിന്ന് മാറി മാലദ്വീപിന് സമീപം 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്, കപ്പലുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്, അവർ റൂട്ട് മാറ്റി യാത്ര ചെയ്യുന്നുവെന്ന റിപ്പോർട്ടാണ് വരുന്നത്. എന്തായാലും യമനിലെ ഹൂതികൾ ലോകമെമ്പാടുമുള്ള കടൽ സഞ്ചാര പാതയ്ക്ക് മേൽ വലിയ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെയാണ്, വളഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്രകൾ വരുന്നത്. എന്നിട്ട് പോലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെങ്കടലിലൊക്കെ ആക്രമണം നടക്കുകയാണ്. ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ കണ്ടെത്തി വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവർ മിസൈൽ അയക്കുന്നു. ഇറാനാണ് ഹൂതികളുടെ പിറകിലുള്ളത്. ഇറാൻ നൽകിയ മിസൈലുകളാണ് ഹൂതികൾ പ്രയോഗിക്കുന്നത്. എന്തായാലും ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വേറൊരു രീതിയിലേക്ക് അത് വ്യാപിക്കുന്നതിൻ്റെ സൂചനയായിട്ട് കാണേണ്ടി വരും. ഒപ്പം തന്നെ തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും വളരെ രൂക്ഷമായ പോരാട്ടം നടക്കുകയാണ്. ഖാൻ യൂണിസ് നഗരത്തിൽ ഈ മണിക്കൂറുകളിലും ഇസ്രായേലും ഹമാസും തമ്മിൽ പോരാട്ടം നടക്കുന്നു. അതിനിടയിൽ വരുന്നൊരു വാർത്ത ഹാഷ്മി ഒരുപക്ഷെ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. ഇസ്രായേൽ ഇതുവരെ പറഞ്ഞത് 200 പേർ കൊല്ലപ്പെട്ടു എന്നല്ലാതെ പുറത്തേക്ക് അവരുടെ സൈനികർ കൊല്ലപ്പെട്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ യുദ്ധം 3 മാസം പിന്നിടുമ്പോൾ 200 സൈനികർ മാത്രം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്തോ ഒരു വിശ്വസനീയത ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അവിടെ 20,000-ൽ പരം ഇസ്രായേലി സൈനികർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. 20,000-ഓളം പേർ. അപ്പോൾ അത്ര എളുപ്പത്തിലൊന്നല്ല ഗസയിൽ ഇസ്രായേലി സൈന്യം മുന്നോട്ട് പോകുന്നത്. ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ട്. ഹമാസും അതുപോലെയുള്ള സംഘടനകളും അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ടാങ്കുകൾ തകർക്കുന്നുണ്ട്. 100 കണക്കിന് ടാങ്കുകൾ തകരുന്നു. ഇസ്രായേലിലെ ഒരുപാട് പേർ അവിടുത്തെ ആശുപത്രികളിലുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരികയാണ്. ഹാഷ്മി, പ്രവിധ. ഓക്കെ ജെയിംസ്, ഇവിടെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിൽ റഷ്യൻ സേനയെ പിന്തുടർന്ന് യുക്രൈൻ രഹസ്യ സേനയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. യുദ്ധകാലമാണ്, പലയിടത്തും ഇപ്പോൾ ഗാസയിൽ പോലും ഇത്തരത്തിലുള്ള മെർസണറീസ് ഉണ്ട് എന്നവർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ലോകത്തുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ്, വരുന്ന പ്രതികരണങ്ങൾ എന്താകും ജെയിംസ്? തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ റഷ്യയെ വല്ലാതെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹാഷ്മി. പ്രത്യേകിച്ച് ഉക്രൈൻ്റെ ഏറ്റവും വലിയ ആക്രമണം നടന്നത് 2014-ൽ റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ പ്രദേശമായ ക്രീമിയയിലാണ്. അവിടെയാണ് റഷ്യയുടെ ആയുധ ഡെപ്പോകൾ, സൈന്യം, അവരുടെ പവർ എല്ലാം അവർ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നത് ക്രീമിയയിൽ നിന്നാണ്. പക്ഷേ ക്രീമിയയ്ക്ക് നേരെ അടുത്ത കാലത്തായിട്ട് സെപ്റ്റംബറിൽ അവരുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് എന്ന് വെച്ചാൽ കരിങ്കടലിലെ നാവികസേനയുടെ ആസ്ഥാനത്ത് ആക്രമണം നടത്തി. അത് നാവികർ, അവരുടെ മേധാവികൾ യോഗം ചേർന്നുകൊണ്ടിരിക്കെ കൃത്യമായി ആക്രമണം നടത്തി. അതിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, തകർന്നുപോയി റഷ്യയുടെ നാവികസേനയുടെ ആ ഫ്ലീറ്റ്. എന്നുമാത്രമല്ല അവരുടെ യുദ്ധക്കപ്പൽ നശിപ്പിച്ചു, ഒരുപാട് യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചു, ക്രീമിയയിലെ ആയുധ ഡെപ്പോ നശിപ്പിച്ചു. ഇതിൻ്റെ പിറകിൽ ഉക്രൈൻ്റെ ഒരു രഹസ്യ സേനയാണെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. BBC അത് സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഡബിൾ ഏജൻ്റായിട്ട് റഷ്യൻ സേനയിൽ കയറിപ്പറ്റി റഷ്യയുടെ രഹസ്യങ്ങൾ ചോർത്തി ചിത്രങ്ങളെടുത്ത് ബോംബ് ചെയ്യേണ്ട സ്ഥലങ്ങൾ വരെ പറഞ്ഞു കൊടുത്ത് കൃത്യമായി അതിൻ്റെ പേരിലാണ് ബോംബിംഗ് നടന്നത്. ഒരുപക്ഷെ റഷ്യയെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞ കഴിഞ്ഞ 3-4 ആഴ്ചകളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, സെപ്റ്റംബറിലെ അറ്റാക്ക്, ക്രീമിയയിലെ പാലങ്ങൾ തകർത്തത്, ഇത് ഉക്രൈൻ്റെ രഹസ്യ സേന അവർ ജീവൻ പണയം വെച്ച് നടത്തിയ ഒരു ഗറില്ല വാർഫെയർ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഉക്രൈൻ വല്ലാതെ അവരെ പേടിപ്പിച്ചിരിക്കുന്നു റഷ്യയെ. പക്ഷേ റഷ്യ ആക്രമണം തുടരുകയാണ്. കീവിൽ, മറ്റ് നഗരങ്ങളിലൊക്കെ. അതിൽ വടക്കൻ കൊറിയയുടെ മിസൈലുകളാണ് ഈ മണിക്കൂറുകളിലും ഉപയോഗിച്ചത്. വടക്കൻ കൊറിയൻ മിസൈലുകൾ നിരോധിച്ചിട്ടുള്ളതാണ്. അതിനെതിരെ അമേരിക്ക UN-ൽ പരാതി നൽകിയിരിക്കുന്നു. എന്തായാലും ഇത് മുഴുവൻ ഈ ഉക്രൈൻ യുദ്ധം വീണ്ടും ശക്തമാകുന്നതിൻ്റെ സൂചനകളായിട്ട് കാണേണ്ടി വരും. ഹാഷ്മി, പ്രവിധ.
അതോടൊപ്പം പി ജെയിംസ് തെക്ക് വടക്കൻ കൊറിയകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, വെടിവെപ്പ് ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ലോകമെമ്പാടും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ലൈബീരിയൻ കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചതിൻ്റെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയ്ക്ക് നേരെ വടക്കൻ കൊറിയ വെടിവെച്ചു എന്ന വാർത്ത വരുന്ന 200 റൗണ്ട് ഇയോം പോങ് എന്ന ദ്വീപിലേക്ക് വെടിവെച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അത് ദക്ഷിണ കൊറിയയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദ്വീപുകളിൽ നിന്നൊക്കെ ദക്ഷിണ കൊറിയ ആൾക്കാരെ ഒഴിപ്പിച്ചു എന്ന് മാത്രമല്ല ശക്തമായ താക്കീതുമായി ദക്ഷിണ കൊറിയ വന്നിരിക്കുകയാണ്. ഈ രീതിയിൽ ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്താൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് ദക്ഷിണ കൊറിയ ഭീഷണി മുഴക്കിയിരിക്കുന്നു. കിം ജോങ് ഉൻ എന്തിനും തയ്യാറാകുന്ന മട്ടിലാണ് പുറപ്പാട് എന്ന് മാത്രമല്ല കിം ജോങ് ഉൻ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു. ഇതുവരെ തെക്കൻ കൊറിയയുടെ പുനരൈക്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചതാണ്, അതെല്ലാം മാറ്റിവെക്കുന്നു. ഇനി മുതൽ തെക്കൻ കൊറിയ നമ്മുടെ ശത്രു രാജ്യമായിരിക്കും. ശത്രു രാജ്യത്തോട് എങ്ങനെ പെരുമാറും അതൊക്കെ പെരുമാറും. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ അതിന് വരെ തയ്യാറാവുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് കിം ജോങ് ഉൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ കൊറിയൻ തീരവും കൂടി ഈ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. തായ്വാനിൽ അല്ലാതെ തന്നെ പ്രശ്നം നടക്കുന്നുണ്ട്. തായ്വാനിലെ തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ ഇത് പിടിച്ചുകൊണ്ട് ചൈനയുടെ ആർമി ഇതിന് ചുറ്റും നിൽക്കുന്നുണ്ട്.